ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് വെച്ചുണ്ടാക്കുന്ന ഒരു ക്യാരറ്റിൻ്റെ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് പച്ചടിയൊക്കെ പോലെ ക്യാരറ്റ് പച്ചടിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്യാരറ്റ് പച്ചടി റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെക്കുക. പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 മീഡിയം സൈസുള്ള ക്യാരറ്റും 4 പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ പാനിലേക്ക് വെച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊരു 5 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വേകുന്ന വരെ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുക. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല, ക്യാരറ്റ് ഉടഞ്ഞു പോകാനും പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകളാണ് ചേർക്കാൻ പോകുന്നത്. അരക്കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും നല്ല മയത്തിൽ അരച്ച് വെച്ചുള്ള ചേരുവയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നോടെ വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലൊന്ന് കുറുകുന്ന പരുവത്തിലാക്കി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്യാരറ്റ് ഉടഞ്ഞു പോകാണ്ട് നോക്കേണ്ടതാണ്. ഇപ്പം നമുക്കിവിടെ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഒരു വെള്ളമെല്ലാം പറ്റി നല്ല കുറുകിയ പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് കുറയുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൈര് ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് ഉടഞ്ഞു പോകരുത്. കുറച്ച് സോഫ്റ്റായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തൈരെല്ലാം നല്ല ഉടഞ്ഞ് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടാവുന്നതാണ്. ചൂട് കുറയാൻ വെക്കുന്നതിൻ്റെ കാരണം നമ്മൾ ചൂടോടുകൂടി തൈര് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചൂട് ആറിയതിന് ശേഷം നമ്മൾ തൈര് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ കടുക് പൊട്ടിക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. ഒരു ചെറിയ പാൻ വയ്ക്കുക. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എടുക്കുക. കുറച്ച് കടുക്, കുറച്ച് 2 മുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ചൂടാക്കി കടുകെല്ലാം നല്ല പൊട്ടിയതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 5-6 മിനിറ്റത്തെ പരിപാടി മാത്രമേ ഉള്ളൂ ഇതിന്. ക്യാരറ്റ് വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങ എല്ലാം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ പച്ചടി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക. നെക്സ്റ്റ് വീക്ക് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു.